ഹായ്, നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് വലിയൊരു ഡേറ്റ ഇല്ല. ആം, ഫെഡ് റേറ്റ് കട്ട് ചെയ്തു. അപ്പോൾ 4% അമേരിക്കൻ സൈഡിലുള്ള കാര്യമാണ് പറയുന്നത്. 4%ൽ നിന്ന് 3.75ലേക്ക് ഡിക്രീസ് ചെയ്തു. അത് കാരണം S&P 500-ഉം നാസ്ഡാക്കിലൊക്കെ ഒരു അപ് ട്രെൻഡ്, അതായത് അമേരിക്കൻ മാർക്കറ്റ് മുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. നമ്മൾ വീക്കായിട്ടാണ് നിൽക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റ് കയറിയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അവരും ഇറങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അപ്പോഴും അതിൻ്റെ കൂടെ നമ്മളും താഴോട്ട് തന്നെയായിരുന്നു. സോ ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് മേളിലേക്ക് കയറിയാൽ നമ്മൾ കയറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് നോക്കണം. മാർക്കറ്റ് ഫ്രണ്ടിലേക്ക് എപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. അമേരിക്കൻ മാർക്കറ്റ് ഒറ്റയ്ക്ക് പോവുകയും നമ്മൾ പിന്നീട് ഫോളോ ചെയ്യുകയും നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്ത മൊമെന്റിൽ അത് റിപ്ലിക്ക ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യത കുറവാണ്. എന്നാലൊരു 3-4 വർഷത്തിന് മുന്നേയൊക്കെ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റ് എന്താണോ അവിടെ ആ ഒരു ട്രെൻഡ് അത് കൃത്യമായിട്ട് ഇവിടെ ഫോളോ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. നമ്മൾ നമ്മുടേതായ ഒരു ലെവലിലാണ് നിൽക്കുക. സോ ഇന്ന് നമ്മുടെ വേറെ കാര്യമായിട്ടുള്ള ഡേറ്റാസ് ഇല്ല. മാർക്കറ്റിൽ ആ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇന്നലെ പറഞ്ഞിരുന്നു അല്ലെ, ഇന്നലെ എന്താണ് പറഞ്ഞിരുന്നത്, IT സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. ബാങ്കിങ് സെക്ടറിന് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. അതുപോലെ തന്നെ ഇന്നലെ സംഭവിക്കുകയും ചെയ്തു. ബാങ്കിങ് സെക്ടറിന് ഒരു ലൈറ്റ് നെഗറ്റീവ് സിറ്റുവേഷനും, എന്നാൽ IT സെക്ടറിലെ ഇൻഫോസിസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് HCL ടെക് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. വളരെ ചെറിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗെയിൻ കിട്ടുകയും ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വീഴുന്നില്ല. SBI ആണെങ്കിലും കൊടാക്ക് ആണെങ്കിലും ഇപ്പൊ HDFC ബാങ്ക് വീഴുന്നിട്ടുണ്ട്. 1008 രൂപയ്ക്കൊക്കെ നിന്ന സ്റ്റോക്കാണ് 989 രൂപയിലേക്ക് വീഴുന്നിട്ടുണ്ട്. ICICI ബാങ്ക് നോക്കണം, ഞാൻ അതിന്റെ ലെവൽസ് കൃത്യമായിട്ട് നോക്കാറില്ല ഇപ്പോൾ. എന്നാലും ബാക്കിയുള്ള 1-2 സ്റ്റോക്കുകൾ ഫ്ലാറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. 1-2 സ്റ്റോക്കുകൾ വീഴുന്നിട്ടുണ്ട് എന്നുള്ളതാണ്. റിലയൻസും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇല്ല. ഓക്കെ, ഇൻഫോസിസ് 1600 നിന്നാണ് ചെറുതായിട്ടൊന്ന് താഴെ വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നിഫ്റ്റിയിൽ ഇനി എന്ത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിഫ്റ്റി ഇതൊരു അത്യാവശ്യം കയറിപ്പോയൊരു ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് കയറിപ്പോയതാണ്. അപ്പോൾ ഇതുപോലെ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഇപ്പോഴും സ്റ്റിൽ നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഇത് കയറി പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഇത് സപ്പോർട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പോയി തിരിച്ചു വന്ന് കയറിപ്പോയി. ഓക്കെ, സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഇതുപോലെ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടില്ല. ഇത് വീക്കർ ഹാൻഡ്സിനെ ഷൂക്ക് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പേടിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വരാറുണ്ട്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ സംഭവിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്റ്റിൽ ട്രെൻഡ് എന്നാണ് വീക്ക് തന്നെയാണ്. അപ്പോൾ ഈ വീക്ക്നെസ്സിന് ചിലപ്പോൾ കണ്ടിന്യൂറ്റി വന്നേക്കാം. 25,500 25,400 ഒക്കെയാണ് ഇതിന്റെ സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു ലെവലിലേക്ക് ചിലപ്പോൾ വന്നിട്ട് പോയേക്കാം. അപ്പോൾ അറിയില്ല മാർക്കറ്റ് എങ്ങനെ നാളെ ഇന്ന് അടുത്തൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് ബിഹേവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഒരു പിടിയില്ല. നമുക്ക് നോക്കാം. ഈ ഒരു ലെവല് ഇപ്പോൾ ഇതൊരു ഡബിൾ ടോപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇതിന്റെ ബോട്ടം ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ബോട്ടം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കുള്ളൊരു ട്രെൻഡിനെ നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടി വരും. ഇല്ല, ഇവിടെ നിന്നിട്ട് അടുത്തൊരു ക്യാൻഡിൽ തിരിച്ചു വരുന്നു. 25,820 മേളിൽ വരുവാണെങ്കിൽ 880, വീണ്ടും കുറച്ചുകൂടെ പോയാൽ ഒരു 920 960 റേഞ്ചിലേക്കൊക്കെ ഇതിന് അടുത്തൊരു മൊമെന്റം കിടപ്പുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സൈഡ് വേസ് മാർക്കറ്റിനെ കുറിച്ചാണ് ഞാൻ അവിടെ പറഞ്ഞിരുന്നത്. ഈ ഒരു ഏരിയയിൽ ഒരു 920,500 ഇല്ലെങ്കിൽ 940 റേഞ്ചിനും ഒരു 800-750 റേഞ്ചിനിടയിലും കുറച്ച് ദൂരത്തിനിടയിൽ അതങ്ങനെ തന്നെ നിൽക്കാനുള്ള സാധ്യത അങ്ങനെ തന്നെ നിന്നു. എന്നാൽ അവസാനമായപ്പോഴേക്കും നെഗറ്റീവിലേക്ക് ചെറുതായിട്ട് ചാഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് റേഞ്ചിന്റെ ലോവർ സൈഡിലാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. വീക്കായാൽ ഇനി ഇത് താഴേക്ക് പോകും എന്നുള്ളതാണ് അതിന്റെ കാൽക്കുലേഷൻ. ക്രൂഡ് ഓയിൽ ഇന്നലെ ഇതുപോലെ ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യുകയും വീക്ക്നെസ്സിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നലെ ഒരു വീഴ്ച അവിടെ ഉണ്ടായിരുന്നു. ആ വീഴ്ച 1-2 പേര് ഗ്രൂപ്പിനകത്ത് ക്യാച്ച് ചെയ്തതായിട്ട് കണ്ടു. ഓക്കെ, നല്ലത്.
ഒരു ട്രെൻഡ് റിവേഴ്സൽ ക്യാൻഡിൽ അവിടെ ഉണ്ടായിരുന്നു. 5264 താഴെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു ഫോളും 5196 ടാർഗറ്റ് പറഞ്ഞിരുന്നത്. കൃത്യമായിട്ട് 96 തൊട്ട് തിരിച്ചിത് ബൗൺസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ട്രെൻഡ് എന്താണ്? ഇതും ട്രെൻഡ് ലോവർ സൈഡ് ചാനലാണ്, എന്താണ് ഡിസെൻഡിങ് ചാനലാണ്. സോ വെയിറ്റ് ചെയ്യുക. സപ്പോർട്ട് എത്തിയിട്ടുണ്ട്. 5200 അതിന്റെ അടുത്തുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. 5164 5200 അതിന്റെ സപ്പോർട്ട്. സോ ആ സപ്പോർട്ട് വന്നപ്പോൾ തിരിച്ച് വീണ്ടും ബയ്യർ വന്ന് കയറി എന്നുള്ളത് മാത്രമേ കണ്ടുള്ളൂ. സോ ഇപ്പോൾ നിൽക്കുന്നത് ഒരു സൈഡ് വേസ് ഏരിയയിലാണ്. ഇതിനകത്ത് ട്രേഡ് ഇല്ല. ഒന്നുകിൽ 5264 ഓർ 84 മേളിൽ കയറണം, ഇല്ല താഴേക്ക് വരുവാണെങ്കിൽ ഒരു 44 താഴെയോ ഇല്ലെങ്കിൽ 24 താഴെ വന്നാൽ ഈ ഒരു വീഴ്ച നമുക്ക് ക്യാച്ച് ചെയ്യാം. വീണ്ടും താഴേക്കുള്ള ഈ ഒരു ട്രെൻഡ് ക്യാച്ച് ചെയ്യാം. സപ്പോർട്ട് അവിടെയൊക്കെയാണ് ഉള്ളത്. സോ ഇതാണ് ക്രൂഡ് ഓയിലിന്റെ അനാലിസിസ്. നാച്ചുറൽ ഗ്യാസ് നോക്കിയാൽ നാച്ചുറൽ ഗ്യാസും സൈഡ് വേസ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ സൈഡ് വേസ് ഏരിയ ആണ്. സോ നമ്മൾ നിൽക്കുന്നത് ആ സൈഡ് വേസ് ഏരിയയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. സോ ഇത് അത്യാവശ്യം കുറച്ചുകൂടെ ലോ ആവുകയാണെങ്കിൽ, ഈ ഒരു 412 താഴെ 408 താഴെ പോവുകയാണെങ്കിൽ പ്രീവിയസ് ലോ ഹിറ്റ് ചെയ്യുകയും 400 സപ്പോർട്ട് എടുക്കുകയും വീണ്ടും തിരിച്ച് താഴേക്ക് വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. മേളിലേക്ക് കയറി വന്നാൽ കുറച്ചുകൂടെ കഴിയട്ടെ. 424 മേളിലോ 428 മേളിലോ കയറിയാൽ മാത്രമേ ഇനിയൊരു മെയിൻ ഏരിയ ട്രെൻഡ് ഉള്ളൂ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ബാച്ച് 12 പറഞ്ഞു കൊടുത്താണ്. ഈ ഒരു ഏരിയക്ക് മേളിൽ കയറിയാൽ മെയിൻ ട്രേഡ് ഏരിയയും ഇതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ട്രേഡ് ഏരിയയും. സോ ഇത് എന്താണ്? സൈഡ് വേസ് ഏരിയ ആണ്. സിമ്പിൾ, അത്രേ ഉള്ളൂ അതിനകത്ത്. സോ ഇതാണ് ഇതിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം ഈ ഒരു അനാലിസിസ് റേഞ്ചിൽ തന്നെ കീപ്പ് ചെയ്യുക. മാർക്കറ്റ് മോസ്റ്റ്ലി സൈഡ് വേസ് ആണ്. മിക്കവാറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്സ് ഒക്കെ പകുതി മേളിലേക്കും പകുതി താഴേക്കും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. സോ അതിനനുസരിച്ചിട്ട് ഒരു പ്ലാൻ ചെയ്യുക. മാർക്കറ്റിൽ ഒരു ട്രെൻഡ് പിന്നീട് വന്നേക്കാം. ഓപ്പൺ ചെയ്തതിനു ശേഷം ട്രെൻഡ് വന്നേക്കാം. ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഒരു പൊസിഷൻ എടുത്ത് വെക്കേണ്ട. ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു റേഞ്ച് സെറ്റ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ട്രെൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് നിങ്ങൾക്ക് പോകാന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ട്രേഡ് സേഫ്.